ഡോക്ടർ. സിസ്റ്റർ നടന്നോളൂ. ഓക്കെ ഡോക്ടർ. ഹായ് ബാലേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. വൈഫിനെ കണ്ടോ? എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ ഹോം നേഴ്സ് ഒക്കെ സ്വന്തമായിട്ടുണ്ടല്ലോ. ഞാൻ പേഷ്യന്റിനെ ഒന്ന് കാണട്ടെ. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടുപോകാം. വൈറ്റൽസ് എടുത്തല്ലോ അല്ലേ? എടുത്തു. ഇതിലെല്ലാം ഓക്കെയാണ്. മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി. ഡിസ്ചാർജ് എഴുതിയേക്കട്ടെ. ഡോക്ടർ, എനിക്ക് ഇന്നലെ രാത്രി മുഴുവൻ പെയിൻ ആയിരുന്നു. നട്ടലിനും പിന്നെ റിബ്സിനും ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. പെയിൻ റിബ്സിനും സ്പൈനിനുമോ? അതെ ഡോക്ടർ. അതിന് ടെസ്റ്റും സ്കാനിങ്ങും വേണ്ടി വരും. ആ, അതൊന്ന് നോക്കണം. എനിക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പോ ഇന്ന് ഡിസ്ചാർജ് എഴുതണ്ടല്ലോ. ഇന്ന് വേണ്ട ഡോക്ടർ. ഉടനെ ഡിസ്ചാർജ് വേണ്ട. എനിക്ക് അത്ര കോൺഫിഡൻസ് തോന്നുന്നില്ല. അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞോളാം. താങ്ക് യു ഡോക്ടർ. റിലാക്സ് ചെയ്തു. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. എല്ലാം ശരിയായിട്ട് പോയാ മതി. ഓക്കെ? അവന്റെ ഡിഗ്രി വർഷം കൊണ്ട് കഴിയും. പിന്നെ എന്തെങ്കിലും ജോലിക്ക് കയറണം. എന്റെ മോള് പഠിക്കാൻ അത്ര മെച്ചമല്ല. +2 കഴിഞ്ഞാൽ അവളെ നഴ്സിംഗിന് വിട്ടാലോന്ന് ആലോചിക്കുക. അവൾക്ക് പക്ഷെ നഴ്സിംഗ് ഒട്ടും ഇഷ്ടമല്ല. അതാ പ്രശ്നം. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവും സർ. നിങ്ങളുടെ വൈഫിന് വേറെന്തൊക്കെയോ പ്രോബ്ലംസ്? റിബ്സിനും സ്പൈനിനും പെയിൻ. ടെസ്റ്റും CT സ്കാനും എഴുതിയിട്ടുണ്ട്. അല്ല, കുഴപ്പങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ഇത് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞു. അപ്പൊ ഈ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി തീരെ പറ്റിയില്ല എന്നാ പറഞ്ഞത്. നമുക്കൊരു തറോ ചെക്കപ്പ് നടത്തി നോക്കും. മിസ്റ്റർ മേനോന് ധൃതിയൊന്നുമില്ലല്ലോ. യാതൊരു ധൃതിയില്ല. പൂർണ്ണ സുഖമായെന്ന് പേഷ്യന്റ് പറഞ്ഞിട്ട് മാത്രം ഡിസ്ചാർജ് ചെയ്യും. പേഷ്യന്റ് തൃപ്തി അതിലെല്ലാം. ഇറ്റ്സ് ഓക്കെ. ഞാൻ നിൽക്കണോ പോണോ? നിയമിക്കും. വെറുതെ തന്നെ ഇവിടെ സമയം കളയുന്നത്. അവളുടെ കാര്യം അവളെ തന്നെ നോക്കട്ടെ. ഒന്ന് പറഞ്ഞു നോക്കിയാലോ? വേണ്ട വേണ്ട. അവള് തീരുമാനം എടുത്ത് കഴിഞ്ഞു. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എവിടെയെങ്കിലും ഒക്കെ ചെന്ന് അവസാനിക്കട്ടെ. നീ പറഞ്ഞിട്ടോ, ഞാൻ ടൗണിലേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ അച്ഛാ. മോളെ, ഇന്ന് ഡിസ്ചാർജ് ഇല്ല. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം, രോഹിത് ഇന്നേ ദിവസം ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പോക്ക് അത്ര ശരിയല്ലെന്ന്. ഞാൻ വിളിക്കാം. ഞാൻ വൈജി ഒന്ന് കണ്ടിട്ട് വരാം. 2 മിനിറ്റ്. കൊള്ളാം, അസലായി. ഇവിടെ തന്നെ തുടരാനുള്ള തീരുമാനം എന്തുകൊണ്ട് നന്നായി. എന്നെ ഈസി ആയിട്ട് കടപ്പാട്ടൂരോട്ട് കടത്തിക്കൊണ്ടു പോവാന്ന് വിചാരിച്ചു. കയ്യും കാലും കൊണ്ടല്ല വൈജയന്തി തീരുമാനം എടുക്കുന്ന, തല കൊണ്ട. അതിന് കേടൊന്നുമില്ല. നല്ല ഒന്നാം തരം തല. ചത്ത കഴിയുമ്പോ മെഡിക്കൽ കോളേജിൽ കൊടുത്തേക്കണം. മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ. സാമാന്യ ബുദ്ധിയല്ലേ. നിങ്ങളെ പോലെ അല്പബുദ്ധിയല്ല, നെടുമ്പുരയ്ക്കല്ല ചെറ്റക്കുടിലല്ല വൈജയന്തി ജനിച്ചത്. വല്ലവന്റെ ആജ്ഞ കാത്ത് കാതോർത്ത് നിൽക്കുന്നവനായിരുന്നില്ല എന്റെ അച്ഛൻ. നല്ല ഒന്നാം തരം മാളിക വീട്ടിലായിരുന്നു വൈജയന്തിയുടെ ജനനം. നാട് വാഴുന്ന തമ്പുരാക്കന്മാരായിരുന്നു പണ്ട് കൊല്ലപ്പള്ളി കൈതക്കലും മാളിക വീട്ടുകാര്. രാജാവിനെ പോലെയാ എന്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ ആയ കാലം മുഴുവൻ ജീവിച്ചത്. ഉണ്ടാവരുതേ. വൈജയന്തി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവോ? ഇല്ലെങ്കിലേ വീട്ടിൽ ചെന്ന് ശബ്ദധാരാവലി എടുത്തൊന്ന് നോക്കാം. അതിനെനിക്ക് ശബ്ദധാരാവലി ഒന്നും നോക്കണ്ട. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാ വാക്കിന്റെ അർത്ഥം. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുന്നവൻ. അർത്ഥം മാത്രമല്ല, പര്യായ പദം കൂടെ ഞാൻ പറഞ്ഞുതരാം. അഹന്തയുടെ ആൾരൂപം, സ്വാർത്ഥതയുടെ അവതാരം, കാപട്യത്തിന്റെ പ്രതിച്ഛായ, എല്ലാം കൂടെ ചേർത്തിട്ടുള്ള സർവ്വനാമം കൂടെ പറഞ്ഞേക്കാം. കുലട. ഇതെങ്ങോട്ടാ പോകുന്നേ? ഇവിടെ ഒരു വീട് പോലും ഇല്ലല്ലോ. ഇതൊക്കെ അവന്റെ പ്രോപ്പർട്ടിയാ. വലിയ കോടീശ്വരനാ. കണ്ടില്ലേ റബ്ബർ തോട്ടം? പക്ഷേ വലിയ കോടീശ്വരൻ എന്തിനാ ഇങ്ങനെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നത്? നല്ല റോഡ് പോലും ഇല്ല. ഇത് അവരുടെ പ്രോപ്പർട്ടി അല്ലേ. നമ്മുടെ കല്യാണം കഴിയുമ്പോ നമ്മൾ എന്റെ വീട്ടിൽ താമസം. ആ വീട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അത് വലിയ ബംഗ്ലാവല്ലേ? അത് മുഴുവൻ ഹരിയായിട്ട് കിട്ടിയോ? ഇല്ല, പാതി മനോട്ടം കട്ട് ചെയ്തെടുത്തോണ്ട് പോകും. ഒന്ന് പോടി. അത്രയും വലിയ വീട് നമുക്ക് എന്തിനാന്ന് ഓർത്തിട്ട് ചോദിച്ചതാ. ആണോ? എടി, ഞാനാ ഇളയ ആൺമക്കൾക്കാ എവിടെയും തറവാടിന്റെ അവകാശം. അപ്പൊ ഞാൻ ആ വീട് മുഴുവനും നോക്കേണ്ടി വരുമോ? പിന്നെ അല്ലാതെ വേറെ ആര് നോക്കും? ഇപ്പൊ എന്റെ അമ്മ നോക്കുന്നില്ല. എന്നാലും എന്നായിരിക്കും നമ്മുടെ കല്യാണം? എന്റെ പഠിപ്പ് ഈ വർഷം കഴിയും. ഉടനെ ജോലിക്ക് കയറണം. 2 വർഷത്തിനകം എന്തായാലും കല്യാണം നടത്തും. അപ്പൊ എന്റെ പഠിപ്പോ? നീ കല്യാണം കഴിഞ്ഞ് പഠിച്ചാ മതി. ഹലോ എടാ, നീ എവിടെ? എടാ, വരുന്ന വഴിക്ക് ബേക്കറിയിൽ ഒന്ന് ഇറങ്ങേണ്ടി വന്നു. എടാ, ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് 1 അവർ കഴിഞ്ഞു. രോഹി വന്നിട്ടുണ്ട്. ഇപ്പൊ എത്തിയുള്ളൂ. നരേനൊക്കെ വന്നോ? ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. നീ എവിടെ എത്തി? ഞങ്ങൾ വരുവാ. എത്താറായി. ഫംഗ്ഷൻ വേണമെങ്കിൽ തുടങ്ങിക്കോ. കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ വന്നിട്ട്. നീ വരാണ്ട് കേക്ക് കട്ടിയെന്ന പ്രശ്നം. ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്യും. എടാ, ഫുഡൊക്കെ റെഡിയാണോ? ബാക്കി വല്ലതും കാണോ? എല്ലാ ഐറ്റവും ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ബിരിയാണി. പിന്നെ എന്ത് വേണം വെച്ചോ. ഞാൻ ദാ എത്തി. അവയിപ്പോ എന്തുവാടാ ഇവിടെ കല്യാണം നടക്കുന്നു? ആടാ, ഇന്ന് കല്യാണം. ഇന്ന് ശരണയുടെ കല്യാണം. നമ്മള് 4 പേരും കൂടി അവളെ. എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. ആണോ? എന്നാ ഇവനെ കൊണ്ട് ആദ്യം കെട്ടി. എന്തോ നാളെ ഇത്. വേണ്ട വേണ്ട. ഈ ഫുഡൊക്കെ ആരാ കൊണ്ടുവന്നേ? അതെന്റെ വക. ഇതെല്ലാം കൂടി എടുത്ത് അപ്പുറത്തെ ഡൈനിങ് ടേബിളിലോട്ട്. അതാ നല്ലത്. ഓരോരുത്തർക്ക് വിശപ്പും ദാഹം വരുന്ന അനുസരിച്ച് എടുത്ത് കഴിക്കാലോ. എടാ, ഒരു കാറിന്റെ സൗണ്ട്. അവൻ എത്തിയും തോന്നുന്നു. നമ്മളെത്തി. ഇതാണോ വലിയ കോടീശ്വരന്റെ വീട്? എന്റെ നോട്ടത്തിൽ ഇത് പോരല്ലേ? ഞാൻ വിചാരിച്ചത് വലിയ ബംഗ്ലാവായിരിക്കുന്ന. വേണമെങ്കിൽ ഒരു കവള് കുടിച്ചു. വേണ്ട, എനിക്ക് കോളൊന്നും അത്ര ഇഷ്ടമല്ല. വെള്ളമുണ്ടോ? മിനറൽ വാട്ടർ ഉണ്ടല്ലോ. ഇത്തിരി കുടിക്കണ്ട കേട്ടോ. അതെന്നാ? ഇന്ന് വല്ലതും കഴിക്കാൻ കുടിക്കാൻ ചെയ്യണ്ടേ? നമ്മുടെ ഗസ്റ്റ് അല്ലേ. മതി മതി. എനിക്ക് ഇവിടുന്ന് തിന്നാനും കുടിക്കാനൊന്നും വേണ്ട കേട്ടോ. അതന്നെ, ബിരിയാണിയും ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ടേ? സ്ട്രേഞ്ചേഴ്സിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കരുതെന്നാ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞേക്കുന്നേ. എടി, നീ എന്റെ കൂടെ അല്ലേടി. ഞാൻ നിനക്ക് സ്ട്രേഞ്ചർ ആണ്. ഞാൻ ഈ വീട്ടിലെ കാര്യം പറഞ്ഞു. നമ്മള് കൊറേയൊക്കെ വിശ്വസിക്കണ ആളുകളെ. ഇല്ലെങ്കിലേ പണി കിട്ടും. ഓ, വിശ്വസിക്കാത്തോണ്ട് എന്നാ പണി കിട്ടാനാ? എടാ, ആരും മുമ്പിൽ കയറി നിൽക്കരുത്. അവൻ അകത്തോട്ട് കയറി വട്ടെ. അവളെയും കൂട്ടി. ഒരാളെങ്കിലും ഇറങ്ങി രോഹിത് തന്നെ ചെല്ലട്ടെ. ഇവനെ അവൾക്ക് പരിചയം. വേണ്ട, ശരിയാവില്ല. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന്റെ അലങ്കാരമൊന്നും ഇല്ലല്ലോ. അതൊക്കെ രാത്രി ലൈറ്റ് ഇലുമിനേഷൻ. ഒരു പന്തല് പോലും ഇല്ലല്ലോ ഹരിയേട്ടാ. ബർത്ത്ഡേ പാർട്ടി വീട്ടിനകത്തല്ല. പിന്നെ എന്തിനാ പുറമെ ഒരു പന്തല്? ഹരി, ഇറങ്ങിയോളാം. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കാം ഞങ്ങളെല്ലാരും. നമുക്ക് കേക്ക് കട്ടിയണ്ടേ? എന്നാ കുടിയാണത്? ഇതിപ്പോ നീ അടിച്ചു തീർക്കുമല്ലോ. ടെൻഷൻ. എന്തിനാ നീ ടെൻഷൻ അടിക്കും? ഇവളെയും കൂട്ടിക്കൊണ്ട് ഹരി വന്നല്ലോ നോക്കുമ്പോ നീ സന്തോഷിക്കല്ലേ വേണ്ടത്. സുന്ദരി പെണ്ണ്, ബ്യൂട്ടി എന്ന് വെച്ചാ
നല്ല സൂപ്പർ ബ്യൂട്ടി. ഞാൻ കണ്ടിട്ടുള്ള എനിക്കറിയാം. അവരകത്തോട്ട് കയറി എല്ലാം ഓക്കെ അളിയാ. കേറിയോടാ. കേറി വാ. അവരൊക്കെ എവിടെ? എടാ അവരെല്ലാരും അടുക്കളയിലുണ്ട്. ഇപ്പൊ വരും. കേക്ക് എവിടെ? എടാ എല്ലാം റെഡിയാണ്. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും. ഇവിടെ ഇവിടെ ഇരിക്കേ. ഹരിയേട്ടാ തൊണ്ട വരളുന്ന പോലെ. വേണം ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇവിടെ ഇരിക്ക്. എന്ത് പറ്റി? നീ ഇവിടെ ഇരുന്നേ. എന്തോ തല ചുറ്റുന്ന പോലെ. എന്ത് പറ്റി? ഹരിയേട്ടാ എന്റെ അടുത്ത് ഇരിക്കണേ. ആരും കാണുന്നില്ലല്ലോ. മുകളിലുണ്ട് എല്ലാരും. ഇപ്പൊ വരും. തല ചുറ്റുന്നുണ്ടെങ്കിൽ എണീറ്റ് വാ. റൂമിൽ പോയി ഇത്തിരി റിലാക്സ് ചെയ്യ്. വേണ്ട ഇവിടെ ഇരുന്നാ മതി. ഒരു 5 മിനിറ്റ് കിടക്ക്. ക്ഷീണം മാറും. എണീറ്റ് വാ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോവോ? ദാ ആ റൂമിൽ ബെഡ് ഉണ്ട്. അങ്ങോട്ട് കിടന്നോ. നീ എന്നെ പഠിപ്പിക്കാൻ വരണമെന്ന് ഞാൻ രാവിലെയും പറഞ്ഞു. രോഹിയുടെ ഒന്നും കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചു.